ജയിലിനുള്ളിൽ കഴിയുന്ന ഒരു കുട്ടി കരടി അവിടെ ചുവരിലുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നു. എന്നാൽ പ്രസ്സാക്കി അടുത്ത സെക്കൻഡിലെ മോളിന്ന് കുറച്ച് മുഷിഞ്ഞ തുണികൾ വന്ന് അവന്റെ മണ്ടയ്ക്ക് വീഴാണ്. അങ്ങനെ തുണികളുടെ ഇടയിൽ കുടുങ്ങിയ കരടിയുടെ വായുന്ന ഒരു അഴുക്ക സോക്സും പുറത്തു വരുന്നു. ഉടനെ അവൻ അതെടുത്ത് കളയാൻ നോക്കിയാൽ സോക്സ് പറന്നവന്റെ തലയിൽ വീഴാണ്. അങ്ങനെ കരടിക്കുട്ടി വേഗത്തിൽ ഓരോ അഴുക്ക് തുണിയും പറക്കി വാഷിംഗ് മെഷീനിൽ ഇടുന്നു. എന്നിട്ട് അവസാനമായിട്ട് അവന്റെ തൊപ്പിയും എടുത്ത് മെഷീനിലേക്ക് ഇടുകയാണ്. എന്നാൽ അതിൽ ആ റെഡ് കളർ സോക്സ് ഇരിക്കുന്നത് കരടി കണ്ടില്ല. ശേഷം വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ട് സമാധാനമായിട്ടിരുന്ന് സാൻഡ്വിച്ച് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് വാഷിംഗ് മെഷീനിൽ അവനിട്ട് റെഡ് സോക്സിന്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ തന്നെ കരടിക്കുട്ടി ഓടി ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കി. പക്ഷെ മെഷീനിന്റെ ഹാൻഡിൽ ഒടിഞ്ഞ് അവന്റെ കയ്യിലേക്ക് വരികയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ വാഷിംഗ് മെഷീൻ ആ വൃത്തികെട്ട സോക്സോടെ ചേർത്ത് എല്ലാ തുണിയും കഴുകുന്നു. അവസാനം നോക്കിയാൽ ബാക്കിയുള്ള എല്ലാ ജയിൽ പുള്ളികളുടെ ഡ്രസ്സും വൈറ്റ് കളറിൽ നിന്ന് മാറി റെഡ് കളറിൽ ഇരിക്കുകയാണ്. ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്കാർക്കും ജയിലിലെ ഫുഡ് ഇഷ്ടപ്പെട്ടതേയില്ല. അങ്ങനെ ആ കരടിക്കുട്ടൻ പറഞ്ഞു, ഞാൻ പോയി ഷെഫിനോട് ഫുഡ് കൊള്ളില്ലെന്ന കാര്യം പറയാന്ന്. അപ്പൊ ഒരു പുള്ളി പറഞ്ഞു, ആ ഷെഫ് ഭയങ്കര മോശമായിട്ടുള്ള ആളാണ്, നീ പോണ്ടാന്ന്. എന്നാ പാഡിങ്ടൺ പുള്ളി പറഞ്ഞതൊന്നും കേൾക്കാതെ ധൈര്യമായിട്ട് ഷെഫിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് കൊള്ളില്ലെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും വഴി കരടിക്കുട്ടി സോസ് ബോട്ടിലെല്ലാം എടുത്ത് ഷെഫിന്റെ ദേഹത്ത് പിതുക്കിയിട്ടിട്ട് എങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം തിരിഞ്ഞു നോക്കിയാൽ ബാക്കി ജയിൽ പുള്ളികളെ പേടിച്ച് ടേബിളിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. നോക്കുമ്പോ ഷെഫ് ദേഷ്യപ്പെട്ട് കരടിയുടെ കുത്തിനെ പിടിച്ച് പൊക്കിയെടുക്കുന്നു. പെട്ടെന്ന് തന്നെ പാഡിങ്ടൺ അവന്റെ തൊപ്പിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന സാൻഡ്വിച്ച് എടുത്ത് ഷെഫിന്റെ വായിൽ തിരികെയാണ്. അപ്പൊ ആ സാൻഡ്വിച്ച് കടിച്ച അടുത്ത സെക്കൻഡിലെ ഷെഫ് അതെടുത്ത് തിന്നു നോക്കുന്നു. അങ്ങനെ സംഭവം സൂപ്പർ ആയതുകൊണ്ട് പിറ്റേന്ന് മുതൽ പാഡിങ്ടൺ ആ ജയിലിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവന്റെ ടേസ്റ്റി ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്.